ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് നമ്മൾ എഡിറ്റിംഗ് ആപ്പിൽ വീഡിയോ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നതിന് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ശരിയായ രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് നമുക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫയലിൽ പോയതിനു ശേഷം എക്സ്പോർട്ട് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ മീഡിയ എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇത്തരത്തിൽ നമുക്ക് മീഡിയ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോയാണ് കിട്ടുക. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പ്രീമിയർ എന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഏത് സെറ്റിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത്, എന്താണ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് നോക്കാം. ഇതിനായി നമുക്ക് ആദ്യം ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം യൂട്യൂബ് റെക്കമെൻഡഡ് അപ്ലോഡ് എൻകോഡിംഗ് സെറ്റിംഗ്സ് എന്ന്. ഇതാണ് എല്ലാ ക്രിയേറ്റേഴ്സിനും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന ഫോർമാറ്റും അതുപോലെ സെറ്റിംഗ്സ് എല്ലാം. അതിനാൽ തന്നെ ഈ കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇത്തരത്തിൽ നിങ്ങൾ കറക്റ്റായ ഫോർമാറ്റിലല്ല നിങ്ങളുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ അതെല്ലാം നിങ്ങളുടെ ചാനലിലേക്ക് വ്യൂസ് എല്ലാം കുറയാൻ കാരണമാകും. ശരിയായ രീതിയിൽ നിങ്ങൾ സെറ്റിംഗ്സ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് എല്ലാം കൂട്ടാനെല്ലാം സഹായിക്കും. അതിനാൽ തന്നെ ഈ സെറ്റിംഗ്സ് ഇതെല്ലാം കറക്റ്റായി മനസ്സിലാക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ പറയുന്നത് കണ്ടെയ്നർ എന്നതിൽ MP4 ഫോർമാറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ MP4 ആണ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന ഫോർമാറ്റ്. അപ്പോൾ നമ്മുടെ എക്സ്പോർട്ട് സെറ്റിംഗിൽ ഇത് MP4 ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഔട്ട്പുട്ട് നെയിം എന്നതിൽ സീക്വൻസ് 1 MP4 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് MP4 ഫോർമാറ്റിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓഡിയോ കൊഡാക് എന്നതാണ്. ഇവിടെ നമുക്ക് സാമ്പിൾ റേറ്റ് അതുപോലെ 48, 96K ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ്പോർട്ട് സെറ്റിംഗ്സിൽ എന്തെല്ലാം കാര്യമാണ് ചെയ്യേണ്ടത് എന്ന് 1 by 1 ആയി നോക്കാം. ആദ്യമായി ഇവിടെ എക്സ്പോർട്ട് സെറ്റിംഗ്സിൽ വന്നിരിക്കുന്നത് HEVC H265 എന്നാണ്. എന്നാൽ ഈ ഒരു ഫോർമാറ്റ് അല്ല യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്. യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് H264 എന്ന ഫോർമാറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് എവിടെയാണ് പറയുന്നത് എന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് H264 എന്ന ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇവിടെ പറയുന്നുണ്ട് വീഡിയോ കൊഡാക് H264 എന്ന ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഇവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ നിരവധി ഫോർമാറ്റ് എല്ലാം ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ H265 സെലക്ട് ചെയ്താലും ഇത് യൂട്യൂബ് ആക്സെപ്റ്റ് ചെയ്യുമെന്നാണ് യൂട്യൂബിൻ്റെ ടീമുമായി ഞാൻ ചാറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന ഫോർമാറ്റിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഗുണമെല്ലാം ലഭിക്കുക. അതിനാൽ തന്നെ യൂട്യൂബ് റെക്കമെൻഡഡ് പേജിൽ പറയുന്നത് H264 എന്ന ഫോർമാറ്റ് യൂസ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ H264 എന്ന ഫോർമാറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി പ്രീമിയറിൽ നിങ്ങൾക്ക് ഇപ്രകാരം ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം, മാച്ച് സോഴ്സ് ഹൈ ബിറ്റ് റേറ്റ് എന്നത്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി പലർക്കും ഇത് ഡയറക്റ്റായി നിങ്ങൾ 1080 വീഡിയോസ് എല്ലാമാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ യൂട്യൂബ് ഫോർമാറ്റ് 1080p ഫുൾ HD എന്നൊരു ഫോർമാറ്റ് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി യൂട്യൂബ് 1080 സെറ്റിംഗ്സ് എല്ലാം എടുക്കും. അതുപോലെ 4K ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ യൂട്യൂബ് 2160p 4K അൾട്രാ HD എന്ന് വന്നിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 4K ഡിഫോൾട്ട് സെറ്റിംഗ് എല്ലാം ലഭിക്കും. എന്നാൽ ഞാൻ എപ്പോഴും ചെയ്യുന്നത് മാച്ച് സോഴ്സ് ഹൈ ബിറ്റ് റേറ്റ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ മാനുവലായി സെറ്റ് ചെയ്യുക എന്നതാണ്. ഇനി ഇവിടെ നമുക്ക് സമ്മറി എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് അതുപോലെ സോഴ്സ് ഇവ രണ്ടും കാണാൻ സാധിക്കും. ഇത് 4Kയിൽ 23.976 FPS ഇത് ചെയ്തിരിക്കുന്നത്, അതായത് വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഔട്ട്പുട്ടും അതുപോലെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് 23.976 FPS. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മാച്ച് ആകുന്നില്ലേ എന്ന് ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് എവിടെയാണ് ചേഞ്ചസ് എല്ലാം വരുത്തുക എന്ന് നോക്കാം.
ഇനി ആദ്യം തന്നെ നമുക്ക് ഇവിടെ മാച്ച് സോഴ്സ് എന്നൊരു ഓപ്ഷൻ ഈ ഒരു ആപ്ലിക്കേഷനിൽ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഇത് ചിലപ്പോൾ വ്യത്യാസമെല്ലാം വരാം. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങളെല്ലാം വരാം. എന്നാലും നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലും നിങ്ങൾക്ക് ഇതുപോലെ വേണ്ട ചേഞ്ചസ് എല്ലാം വരുത്തി കറക്റ്റായ രീതിയിൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ മാച്ച് സോഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. മാച്ച് സോഴ്സ് എന്ന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഈ 4K വീഡിയോ ഫോർമാറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതേ ഫോർമാറ്റിലാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത്തരത്തിൽ ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ സാധാരണ സെലക്ട് ചെയ്യുന്ന ഫ്രെയിം റേറ്റ് ഇത് 23.976 ആണ്. ഇപ്പോൾ നിങ്ങൾ 30 fpsലെല്ലാമാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രെയിം റേറ്റ് നിങ്ങൾക്ക് 30 fps ഔട്ട്പുട്ട് സെലക്ട് ചെയ്യാം. ഇനി ഈ യൂട്യൂബ് റെക്കമെൻഡഡ് പേജിൽ പോകുമ്പോൾ നമുക്ക് ഇവിടെ വേരിയബിൾ ബിറ്റ് റേറ്റ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. വേരിയബിൾ ബിറ്റ് റേറ്റിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോ ബിറ്റ് റേറ്റ് ലിമിറ്റ് ഈസ് റിക്വയർഡ് ദോ വി ഓഫർ റെക്കമെൻഡഡ് ബിറ്റ് റേറ്റ്സ് ബിലോ ഫോർ റെഫറൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് വേരിയബിൾ ബിറ്റ് റേറ്റ്, അതായത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന ബിറ്റ് റേറ്റ് ഇത് ഏതാണ് എന്നെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനായി നമുക്ക് ഫ്രെയിം റേറ്റ് എന്നതിൽ പോകാം. ഇവിടെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന ഫ്രെയിം റേറ്റ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 24, 25, 30, 48, 50, 60 ഇതെല്ലാമാണ് കോമൺ ആയി യൂസ് ചെയ്യുന്ന ഫ്രെയിം റേറ്റ്സ്. ഇനി ഇതല്ലാത്ത ഫ്രെയിം റേറ്റ്സും ആക്സെപ്റ്റ് ചെയ്യുമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ കോമൺ ആയി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രെയിം റേറ്റ്സ് ഇവയെല്ലാമാണ്. അതിനാൽ തന്നെ അധികം ക്രിയേറ്റേഴ്സും ഇതിലേതെങ്കിലും ഫ്രെയിം റേറ്റ്സ് എല്ലാമാണ് അവരുടെ വീഡിയോക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്രെയിം റേറ്റിനനുസരിച്ച് ബിറ്റ് റേറ്റ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി നമുക്കിവിടെ താഴെ വന്നിരിക്കുന്ന ചാർട്ട് ഇത് ഓപ്പൺ ചെയ്യാം. ഇപ്രകാരം നിങ്ങൾ 1080 വീഡിയോസ് എല്ലാമാണ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫ്രെയിം റേറ്റ് എന്ന് പറയുന്നത് 24, 25, 30 ഇതിലേതെങ്കിലും ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 8 Mbps ബിറ്റ് റേറ്റ് സെലക്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾ 1080 വീഡിയോയിൽ നിങ്ങൾ 48, 50, 60 ഹൈ ഫ്രെയിം റേറ്റ് എല്ലാമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 12 Mbps സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾ 4K വീഡിയോസ് എല്ലാമാണ് ചെയ്യുന്നതെങ്കിൽ 4Kക്ക് അനുയോജ്യമായ ബിറ്റ് റേറ്റ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 4K 24, 25, 30 ഫ്രെയിം റേറ്റിലാണ് നിങ്ങളുടെ വീഡിയോ ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് 35 to 45 Mbpsൽ നിങ്ങൾക്ക് ബിറ്റ് റേറ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഹൈ ഫ്രെയിം റേറ്റിലെല്ലാം ആണെങ്കിൽ, അതായത് 48, 50, 60 ഇവയിൽ ഏതെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് 53 to 68 Mbps ആണ് സെലക്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് നമ്മുടെ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് ഇത് മാച്ച് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി ഞാൻ ഇപ്രകാരം ഇവിടെ ഈ ഒരു സെറ്റിംഗ് എടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് VBR1 പാസ് എന്നാണ്. ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇത് ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നത് 4K റെസൊല്യൂഷനിലാണ്. അപ്പോൾ 4Kയിലായതുകൊണ്ട് തന്നെ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് 24 ഫ്രെയിം പെർ സെക്കൻഡിലാണ്, അതായത് 23.976. അപ്പോൾ നമുക്ക് ഈ ചാർട്ട് നോക്കാം. ഇവിടെ 4Kയിൽ 24 എന്നതിന് താഴെ വരുന്നത് 35 to 45 Mbps ആണ്. അതിനാൽ തന്നെ നമുക്കിവിടെ ബിറ്റ് റേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ 35 to 45 ബിറ്റ് റേറ്റ് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ മാക്സിമം ബിറ്റ് റേറ്റ് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്, അതായത് 45 ആണ് ഞാൻ ബിറ്റ് റേറ്റ് ആയി ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന അതേ ചാർട്ടിൽ നോക്കിയാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്രകാരം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എസ്റ്റിമേറ്റഡ് ഫയൽ സൈസ് എന്ന് കാണിക്കുന്നുണ്ട്. 1496 MB ആണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ സൈസ്. നമ്മൾ ഇതുപോലെ ബിറ്റ് റേറ്റ് എത്രത്തോളം കൂട്ടുന്നു അത്രത്തോളം ഈ ഒരു ഫയലിൻ്റെ സൈസും കൂടും. ഉദാഹരണമായി ഞാനിവിടെ 55 എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം 1826 MB ആയി ഇത് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ബിറ്റ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോയുടെ ഫയൽ സൈസ് എല്ലാം കൂടും. എന്നാൽ നമുക്ക് കുറേ ആവശ്യങ്ങൾക്ക് പലപ്പോഴും യൂട്യൂബ് വീഡിയോ അല്ലാതെ മറ്റ് പ്രൊജക്റ്റുകൾക്കെല്ലാം വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രകാരം ബിറ്റ് റേറ്റ് എല്ലാം നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചെല്ലാം വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അതിനാൽ തന്നെ അതിൻ്റെ ക്ലാരിറ്റി എല്ലാം കൂടുതലായിരിക്കും. എന്നാൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തതിൽ കൂടുതൽ ബിറ്റ് റേറ്റ് എല്ലാം കൊടുത്തത് കൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നും കിട്ടാനില്ല. കാരണം നമ്മൾ ഇപ്രകാരം വലിയ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് ഇത് കംപ്രസ് ചെയ്താണ് നമ്മുടെ വീഡിയോ ഇത് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കുന്നത്. അതിനാൽ തന്നെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു ബിറ്റ് റേറ്റിനനുസരിച്ച് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. ഇത്രയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓഡിയോ കൊഡെക് ഇത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം.
ഇപ്പോൾ ഇതിനായി നമുക്ക് ഇവിടെ ഓഡിയോ സെറ്റിംഗ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാമാണ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് 48K 98K ഇതെല്ലാം സാമ്പിൾ റേറ്റ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ നമുക്ക് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് AAC അതുപോലെ സാമ്പിൾ റേറ്റ് ഇവിടെ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ കറക്റ്റാണ്. അതുപോലെ ഓഡിയോ ക്വാളിറ്റി ഹൈ ആയി സെലക്ട് ചെയ്തിട്ടുണ്ട്. ബിറ്റ് റേറ്റും അതുപോലെ നമുക്ക് ഈ ഒരു ബിറ്റ് റേറ്റ് തന്നെ സെലക്ട് ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം യൂസ് മാക്സിമം റെൻഡർ ക്വാളിറ്റി എന്ന് ടിക്ക് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇത്രയുമാണ് നമ്മൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. അതായത് നമ്മുടെ വീഡിയോയുടെ ബിറ്റ് റേറ്റ് സെലക്ട് ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ വീഡിയോയുടെ ഫോർമാറ്റ് സെലക്ട് ചെയ്യുന്നത്, ഇതെല്ലാം യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന സെറ്റിംഗ്സുമായി മാച്ച് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്രകാരം നിങ്ങൾ വീഡിയോസ് എല്ലാം എക്സ്പോർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ ഗുണം ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്